സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പലർക്കും അത് ഉപേക്ഷിക്കാൻ സാധിക്കാതെ വരുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഒരു മാനസിക രോഗാവസ്ഥയാണ് നിക്കോട്ടിൻ ഡിപ്പെൻഡൻസ് സിൻഡ്രം. ഇപ്പോഴിതാ സിഗരറ്റ് വലിക്കുന്നവർക്ക് പുതിയ നിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് അധികൃതർ. എന്താണെന്ന് അറിയണ്ടേ? സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെയും പാൻ മസാലയുടെയും വില വർദ്ധിക്കും. ഫെബ്രുവരി 1 മുതൽ പുതിയ വില പ്രാബല്യത്തിൽ വരുന്നതോടെയാണിത്. നിലവിലുള്ള GST നഷ്ടപരിഹാര സെസ്സിന് പകരം അധിക എക്സൈസ് ഡ്യൂട്ടി ഏർപ്പെടുത്തി നികുതി ഘടനയിൽ സർക്കാർ കൊണ്ടുവന്ന പരിഷ്കരണമാണ് വില വർധനവിന് പ്രധാന കാരണം. പുകയില ഉൽപ്പന്നങ്ങൾക്ക് അധിക എക്സൈസ് തീരുവയും പാൻ മസാലയ്ക്ക് ആരോഗ്യ ദേശീയ സുരക്ഷാ സെസ്സും ഏർപ്പെടുത്തിയത് പ്രാബല്യത്തിൽ വരുന്നത് ഫെബ്രുവരി 1-നാണ്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി കഴിഞ്ഞു. ബാധകമായ GST നിരക്കുകൾക്ക് പുറമെയാണ് ഈ ലെവികൾ കൂടി ചുമത്തുക. സിഗരറ്റുകൾ അടക്കമുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്ക് 40% GST ആണ് ബാധകമാകുക. നിലവിൽ ചുമത്തിയിരിക്കുന്ന നഷ്ടപരിഹാര സെസ്സിന് പകരമായാണ് പുതിയ എക്സൈസ് തീരുവയും ആരോഗ്യ സെസ്സും ചുമത്തിയിട്ടുള്ളത്. സിഗരറ്റുകൾക്കും പുകയിലേക്കും ഉയർന്ന തീരുവ ചുമത്താൻ വഴിയൊരുക്കി 2025 സെൻട്രൽ എക്സൈസ് ബിൽ ഡിസംബറിലാണ് പാർലമെന്റ് അംഗീകരിച്ചത്. പുതിയ നികുതി ഘടന അനുസരിച്ച് GSTക്ക് പുറമെ സിഗരറ്റുകൾക്ക് എക്സൈസ് തീരുവയും നേരിടേണ്ടി വരും. സിഗരറ്റിന്റെ നീളം അനുസരിച്ച് 1000 സ്റ്റിക്കുകൾക്ക് 2050 മുതൽ 8500 രൂപ വരെയാണ് തീരുവ നിശ്ചയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പ്രഖ്യാപനത്തെ തുടർന്ന് പുകയില സ്റ്റോക്കുകൾ കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് നേരിടുന്നത്. ഇതിനു പുറമെ വ്യാപാരത്തിനിടെ ITC ഓഹരികൾ 9% ഇടിഞ്ഞത്.